Namaste, welcome to our channel, The Wheel of Fortune 777 Tarot. അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ, ഈ ഒരു സിറ്റുവേഷൻസിൽ ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. ഇൻ കരിയർ, ഇൻ റിലേഷൻഷിപ്പ്, എന്താ പറയുക, ഫാമിലി ഇഷ്യൂസ് ആവാം, എന്താണെങ്കിലും എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഡിവൈൻ തരാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ചെക്ക് ചെയ്യാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അതിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. മൈൻഡ് നന്നായിട്ട് എന്താ പറയുക, ലൈക്ക് മറ്റുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ആവാതെ ആ ഒരു പ്രശ്നം എന്താണോ അതിൽ ഫോക്കസ് ആയിരുന്നിട്ട് നിങ്ങൾ കാമായിട്ടിരിക്കുക. ആ ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്ത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് തരുന്നതായിരിക്കും. Please guide me, universe. Please guide me, divine. Angels, please guide me. Archangel, please guide me. And the viewers in the current situations, guidance, please. Life in the current situation, in the guidance, Anna. Okay. My God. Thank you, universe. Give me one card. Thank you so much. Guidance, please. Thank you so much. Only one card, bottom card. Okay, thank you so much. Yes. I think ചിലരുടെയൊക്കെ കാര്യത്തിൽ കരിയർ ആയിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ പ്രസന്റ് സിറ്റുവേഷൻ, ഓക്കെ റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു കരിയർ ഇല്ലാത്തതിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം, അല്ല നിങ്ങൾ എന്തെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവാം. അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവിടെ നിങ്ങളുടെ വ്യക്തി, നിങ്ങളുടെ എന്താ പറയുക സിറ്റുവേഷൻസ്, ഈ ഒരു സിറ്റുവേഷൻസിലും കുറേയധികം വ്യക്തികൾ ഈ ഒരു കരിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയധികം ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്യും എന്നാണ് പറയുന്നുള്ളത്. ലൈക്ക് അത് എന്ത് സിറ്റുവേഷൻസും ആയിക്കോട്ടെ, നിങ്ങളുടെ സിറ്റുവേഷൻ, വാട്ട് എവർ യുവർ സിറ്റുവേഷൻസ്, ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. ഈ ഒരു സിറ്റുവേഷൻസ് ഇംപ്രൂവ് ആവുന്നുണ്ടാവും കറൻ്റ്ലി എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും. കാരണം നിങ്ങളുടെ ഫേവറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ, ഇപ്പോൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു എന്തെങ്കിലും ഒരു ജോബ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം, അല്ല നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് കൊണ്ട് അടുപ്പിച്ച് തരും എന്നാണ് ഈ ഒരു കാർഡ്സിൽ ഒരു ഗൈഡൻസ് വരുന്നുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എനിക്കത് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല അതിനെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എന്തിനെക്കുറിച്ചെങ്കിലും അറിയാനുണ്ടാവാം, അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഹെൽപ്പിനായിട്ട് ദൈവം, യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകളെ പറഞ്ഞയക്കും എന്നാണ് ഇവിടെ പറയുന്നുള്ളത്. സോ അത് മാത്രമല്ല, ആ ഒരു കൂടുതലായിട്ടും ഇൻഫോർമേഷൻസ്, എന്ത് കാര്യമാണോ നിങ്ങൾക്ക് അറിയാനുള്ളത് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ടും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യണം എന്നാണ് പറയുന്നുള്ളത്. കാരണം നിങ്ങൾക്ക് സക്സസ് ആണ്. ഈ ഒരു സക്സസ് ആരാണ് തരുന്നത്? ഏഞ്ചൽസ് ആണ് തരുന്നത്. നിങ്ങളുടെ യൂണിവേഴ്സ്, നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവറാണ് നിങ്ങൾക്ക് തരുന്ന ഒരു സക്സസ്. അപ്പം ആ ഒരു സക്സസ് എന്നുള്ളത് എന്താ പറയുക, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താ, നിങ്ങളെ സഹായിക്കാനായിട്ട് ഡിവൈൻ തന്നെ ആളുകളെ നിങ്ങളുടെ അടുത്തേക്ക് വിടും എന്നാണ് പറയുന്നുള്ളത്. ഇപ്പം റിലേഷൻഷിപ്പിൻ്റെ എനർജിയിലാണ്, നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും സെയിം കാര്യമാണ്. നിങ്ങളായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, നിങ്ങളൊരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് നിങ്ങൾക്ക് ഒരു വാല്യൂ തരുന്നുണ്ട്, ഡിസ്റെസ്പെക്ട് ചെയ്യുകയാണ്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, എന്തും ആയിക്കോട്ടെ, ഈ റിലേഷൻഷിപ്പ് മീൻ ഡെസ്റ്റിനിയാണ്. ലൈക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. ഡെസ്റ്റിനിയിൽ ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി റിട്ടേൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ആണ് കിട്ടാൻ പോകുന്നത്. ഇപ്പം വാട്ട് എവർ യുവർ സിറ്റുവേഷൻ, എന്ത് സിറ്റുവേഷൻ, നിങ്ങൾക്കൊരു ഹോപ്പും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഈ റിലേഷനിൽ ഇരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് ഇതിലൊരു എന്താ പറയുക ഒരു സക്സസ് കിട്ടാൻ പോകുന്നു എന്നാണ് ഡിവൈൻ ഇവിടെ പറയുന്നുള്ളത്. പക്ഷെ നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക.
നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ സെൽഫ് കെയർ, സെൽഫ് ലവിൽ ഫോക്കസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. മാക്സിമം എപ്പോഴും ഏതൊരു ടൈമിലും എത്ര പ്രശ്നങ്ങൾ, അത് എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ചാലഞ്ചസ് വരുമ്പോൾ നിങ്ങൾ കുലുങ്ങാൻ നിൽക്കാനാണ് ഇവിടെ ഡിവൈൻ ഇവിടെ പറയുന്നുള്ളത് നിങ്ങളോട്. അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു, ഞാൻ ഡൗൺ ആയി എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കാതെ മെന്റൽ പീസ്, അല്ലെങ്കിൽ നമ്മളുടെ മെന്റൽ പീസിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക. കാമായിട്ടിരിക്കുക. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താണ്, നമ്മൾ ഡൗൺ ആയി പോവാതെ അതിനുള്ള സൊല്യൂഷൻസ് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്യൂസ് വന്നു, അതിനെ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ നോക്കണം. എന്തിനാണ്, നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ആകുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആവും. അപ്പം അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരു പ്രവണത തോന്നും. അപ്പം ആ ഒരു ടൈമിൽ ആളുടെ വൈബ്രേഷൻ ലോ ആകും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ്, ഡയറക്റ്റ് ആയിട്ട് ഡിവൈൻ നിങ്ങൾക്ക് ഗൈഡൻസ് തരും. ആ ഒരു ഗൈഡൻസ് റിസീവ് ചെയ്യാൻ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തേർഡ് ഐ ചക്രയിൽ ഫോക്കസ് ചെയ്യണം. അതായത് തേർഡ് ഐ ഹീലിംഗ്, തേർഡ് ഐ ചക്ര മെഡിറ്റേഷൻസ് നിങ്ങൾ ചെയ്യാം. യൂട്യൂബിലൊക്കെ നോക്കുവാണെങ്കിൽ തേർഡ് ഐ ചക്ര മെഡിറ്റേഷൻസ് കാണും. തേർഡ് ഐ ഹീലിംഗ്, 7 ചക്ര ഹീലിംഗ്സിൽ തേർഡ് ഐ ഹീൽ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ്, നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ ഇന്നർ വോയിസ് വളരെയധികം സ്ട്രോങ് ആകുകയും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് എനിക്കിവിടെ ഈ ഒരു ഗൈഡൻസിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ഓപ്പൺ അപ്പ് എ ന്യൂ വേൾഡ് ഓഫ് പോസിബിലിറ്റീസ് ആൻഡ് ഹാപ്പിനെസ് വിത്ത് യുവർ വേർഡ്സ് ഓഫ് മൗത്ത്, കൺവേ യുവർ മെസ്സേജ് ഇൻ എ പൊളൈറ്റ് മാനർ. ഇവൻ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സംസാരം നിങ്ങൾ സൂക്ഷിക്കുക എന്നൊരു തരത്തിൽ പറയുന്നുണ്ട്. ത്രോട്ട് ചക്ര ഹീലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് നിങ്ങളുടെ വായിൽ എപ്പോഴും നല്ല വാക്കുകൾ മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു ബിസിനസ്സിന് സംസാരിക്കാൻ പോവാണ്, അവിടെ ചെന്നിട്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കി അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കാതെ എല്ലാത്തിനും അതിൻ്റെ ഒരു നാക്കിൽ നിൽക്കുക. നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ വരുന്ന രീതിക്ക് നിങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു റിലേഷൻ ആണെങ്കിലും നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ വരുന്ന രീതിക്ക് ഒരു ക്ഷമയോട് കൂടി, ഒരു പൊളൈറ്റ് ആയിട്ട്, ബീങ് പൊളൈറ്റ് എന്നാണ് പറയുന്നത്, ആ ഒരു എനർജിയിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ്, നിങ്ങൾ എന്താണോ ഒരു പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു മാനറിൽ അവതരിപ്പിക്കാനാണ് ഇവിടെ പറയുന്നുള്ളത്. ഓക്കെ, സോ അപ്പം ഇതായിരുന്നു ഗൈഡൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ താങ്ക് യു ഡിവൈൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക കേട്ടോ. താങ്ക് യു.